ഉച്ചയോടുകൂടിയാണ് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം പമ്പയിൽ എത്തിയതിന് പിന്നാലെ തന്നെ 2 മണിയോടുകൂടി കാൽനടയായിട്ട് അവർ സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. 2 മണിക്ക് സന്നിധാനത്തെത്തി ഏതാണ്ട് വിശ്രമത്തിനും ചെറിയൊരു അവലോകന യോഗത്തിനും ശേഷം വൈകിട്ട് 5 മണിയോടുകൂടി കുംഭമാസ പൂജകൾക്കായിട്ട് ശബരിമല നട തുറന്ന പിന്നാലെ തന്നെയാണ് SIT സംഘം ശ്രീകോവിലിന് സമീപത്തേക്ക് വന്നത്. ആദ്യം തന്നെ ശ്രീകോവിലിന് പിൻഭാഗത്തെ തൂണുകളിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ അളവെടുക്കുകയും പിന്നീട് അത് അവിടുന്ന് ഇളക്കി മാറ്റുകയുമാണ് ചെയ്തത്. അതിന് പിന്നാലെ ശ്രീകോവിലിന് സമീപത്തെ മുൻവശത്തെ തൂണുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ, ശ്രീകോവിലിലെ വാതിൽപ്പാളികളിൽ നിന്നുള്ള സ്വർണം, അങ്ങനെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള സ്വർണം ഇന്നലെ പരമാവധി ശേഖരിക്കാൻ കഴിയുന്നിടത്തുനിന്നെല്ലാം SIT സംഘം സ്വർണ്ണപ്പാളികൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ശ്രീകോവിലിനകത്തെയും അതുപോലെ തന്നെ കട്ടിളപ്പാളികളുടെയും ഒക്കെ അവശേഷിക്കുന്ന സ്വർണ്ണപ്പാളികൾ കൂടി പരിശോധനയ്ക്കായിട്ട് SIT ശേഖരിക്കും. ഇന്നലെ സന്നിധാനത്തെത്തിയ SIT സംഘം 3 ദിവസം സന്നിധാനത്ത് തുടരും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. പക്ഷേ പരമാവധി വേഗം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ അവിടുന്ന് ഇളക്കി അത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഒട്ടും സമയം കളയാതെ തന്നെ സന്നിധാനത്ത് അവർ ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നട തുറന്നതിന് പിന്നാലെ തന്നെ വളരെ വേഗം സന്നിധാനത്ത് വന്ന് ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളികൾ ഇളക്കുകയും ഒക്കെ ചെയ്തത്. ദ്വാരപാലക ശില്പത്തിൽ പൂശിയ സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായിട്ട് ഇളക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും അതിൻ്റെ തുടർച്ച എന്നോണം പരിശോധനയും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുകയും ചെയ്യും. നേരത്തെ, അതായത് ഇത് 3-ാം തവണയാണ് സന്നിധാനത്ത് SIT സംഘം വരുന്നത്. മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ ഒരു തവണ വന്ന് ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ നടത്തി ഇവിടുന്ന് മടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഈ കഴിഞ്ഞ മണ്ഡലകാലം അവസാനിക്കുന്ന ആ ദിവസം ഇവിടെ വന്ന് SP ശശിധരന്റെ നേതൃത്വത്തിൽ SIT ഒരു വിശദമായിട്ടുള്ള പരിശോധന നടത്തി മടങ്ങിയത്. പക്ഷേ അന്ന് ഇവിടുന്ന് ശേഖരിച്ച സ്വർണ്ണപ്പാളികൾ VSCCയിലൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും SIT സന്നിധാനത്തേക്ക് വന്നത്. ഇവിടുന്ന് ശേഖരിക്കുന്ന സ്വർണ്ണപ്പാളികൾ മുംബൈ ആസ്ഥാനമായിട്ടുള്ള ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് സ്വർണ്ണപ്പാളികൾ വിധേയമാക്കും. അതിന് മുന്നോടിയായിട്ട് ഈ മണ്ഡലകാലം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പരിശോധനയാണ് സന്നിധാനത്ത് നടക്കുന്നത്. ഈ ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സമഗ്രമായിട്ടുള്ള കുറ്റപത്രം ഒരുപക്ഷേ കോടതിയിലേക്ക് SIT സമർപ്പിക്കുക.